ായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കമൻറ്റ് വരും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഫുൾ ടൈം തെണ്ടി നടക്കുകയാണോ, ഹസ്ബൻഡ് ഗൾഫിലുള്ള എല്ലാ ഭാര്യമാരും പതിവാണിത്, അവരവിടെ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശൊക്കെ നിങ്ങളിവിടെ ദൂർത്തടിച്ച് കഴിക്കുകയാണ്. പക്ഷെ ഞാൻ ആഗ്രഹിച്ച് നല്ലൊരു വീട്ടമ്മയായിട്ട് നല്ലൊരു ഹൗസ് വൈഫായിട്ട് നമ്മളെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്നായിരുന്നു കേട്ടോ. കുഞ്ഞു വീടാണ്, പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അവിടെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും കിട്ടും. അങ്ങനെ ഒരു മാസം തികയുമ്പോൾ നമ്മളതിൽ സ്വർണ്ണം എല്ലാം അപ്രത്യക്ഷമാവും കേട്ടോ. പിന്നെ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ മാത്രം ബാലൻസ് ഉണ്ടാവുള്ളൂ. പറയും ഇത് എൻ്റെയാണ്, തുടരുത് എന്ന് പറയാനുള്ള അവകാശം, അധികാരം അതവർക്കുണ്ട്. ഹലോ ഹൈഡീസ്, ഇത് നോമ്പിൻ്റെ 2 ദിവസം മുന്നേ നമ്മൾ പോയൊരു ട്രാവൽ വ്ലോഗാണ്. ഇനിയിപ്പോൾ നോമ്പൊക്കെ വന്നാൽ നമുക്ക് സീസൺ ആവുകയാണല്ലോ, അപ്പോൾ ഈ ഒരു മാസം എവിടെയും പോകാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മളൊരു വാൽപ്പാറ പോയതാണ് കേട്ടോ. നമ്മളെപ്പോഴും പോവുക, നമ്മൾ ഊട്ടിയാണ് പോകാറുള്ളത്, അപ്പോൾ അതുകൊണ്ടൊന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചു. പിന്നെ എല്ലാവർക്കും എപ്പോഴും ഫോറസ്റ്റ് കവർ ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ വാൽപ്പാറ പോകുമ്പോൾ ഒരുപാട് മൃഗങ്ങളൊക്കെ കാണാമെന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ ഈ ഒരു പോക്ക്. നമ്മളെപ്പോഴും വൺ ഡേ ട്രിപ്പാണ് പോകാറുള്ളത്. അപ്പോൾ ഒന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വാൽപ്പാറ ആകുമ്പോൾ കുറച്ച് ദൂരം കൂടുതലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു യാത്ര നമ്മൾ മുൻകൂട്ടി അറേഞ്ച് ചെയ്തൊരു യാത്രയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ നമ്മളെ VV വണ്ടിയാണ്, അതിൽ തന്നെ ചാർജ് കുറവാണ് കേട്ടോ. ഇന്നലെ എനിക്ക് പർച്ചേസ് ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ചാർജ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല. പിന്നെ നമ്മൾ ഇനി സമയമല്ലല്ലോ, നോമ്പൊക്കെ വരികയല്ലേ, സീസണൊക്കെ ആവല്ലേ, ഇനി പോകാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഉള്ള ചാർജൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നല്ലൊരു ചാർജിങ് സ്റ്റേഷനും നല്ലൊരു ഹോട്ടൽ നോക്കിക്കൊണ്ടാണ് കേട്ടോ പോയോണ്ടിരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ വണ്ടിക്കും ചാർജ് വേണം, നമുക്കും ചാർജ് വേണം കേട്ടോ. നമുക്ക് പെട്രോൾ പമ്പ് പോലെ തന്നെ സുലഭമല്ല കേട്ടോ ചാർജിങ് സ്റ്റേഷൻ. നമ്മൾ എവിടെ ഉള്ളതെന്നൊക്കെ നമ്മൾ നെറ്റിൽ നോക്കി കണ്ടുപിടിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ചു, അവിടെ തന്നെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ ചാർജ് ചെയ്യാട്ടിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു EV വണ്ടി കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ലാഭമാണ്, പക്ഷേ നമുക്ക് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് ബോറടി ഒന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ കൂടെ അല്ലേ നമ്മൾ യാത്ര ചെയ്യണം, അപ്പോൾ ആ ഒരു യാത്രയെ നമ്മൾ എൻജോയ് ആക്കും. പിന്നെ നമ്മൾ 200 രൂപ കൊടുത്ത് യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലത്തേക്ക് നമ്മൾ 10 രൂപ കൊടുത്ത് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല കേട്ടോ. കാരണം ആ ഒരു യാത്ര നമ്മളെ പ്രിയപ്പെട്ടവരോടുള്ള യാത്രയല്ലേ. ഈ ഒരു യാത്രയുടെ ഉദ്ദേശം തന്നെ എൻ്റെ മക്കളോടൊന്നിച്ച് ഒരുപാട് യാത്ര ചെയ്യുക, വളരെ എൻജോയ് ആവുക, നമ്മളുള്ള സമയം അവരോട് സന്തോഷമായിട്ട് ചിലവഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്കത് ബോറടിക്കാറില്ല. പിന്നെ ഈ ഒരു വാൽപ്പാറ റൂട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയതാണ്, നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടതാട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങളങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ബോറടിപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതും ഉപകാരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാവേ. നമ്മളെ ചാനലിൻ്റെ തുടക്കത്തിലൊക്കെ ഞാൻ ഒരുപാട് വ്ളോഗുകൾ ഇടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കമൻറ്റ് വരും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഫുൾ ടൈം തെണ്ടി നടക്കുകയാണോ, വേറെ പണിയൊന്നുമില്ലേ, ഒരു ദിവസം തീർന്നു കിട്ടാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ ഹസ്ബൻഡ് ഗൾഫിലുള്ള എല്ലാ ഭാര്യമാരും പതിവാണിത്, അവരവിടെ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശൊക്കെ നിങ്ങളിവിടെ ദൂർത്തടിച്ച് കഴിക്കുകയാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മക്കളെ മുമ്പിലൊക്കെ ഒന്ന് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ നിന്നെടുക്കാൻ നാണക്കെടില്ലേ, മാനക്കെടില്ലേ, വേറെ പണിയൊന്നുമില്ലേ, നിർത്തിപ്പൊയ്ക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വരുമായിരുന്നു കേട്ടോ. കുറേ മുന്നേ ആയത് കാരണം തന്നെ ഞാനതിനൊക്കെ റിപ്ലൈ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും അല്ല കേട്ടോ വന്നത്, വേറൊരു വിഷയം പറയാവേ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞൊരു വീട്ടമ്മയുടെ റോളിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത് ഒരു ബിസിനസ്സുകാരിയുടെ റോളാണ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് നല്ലൊരു വീട്ടമ്മയായിട്ട് നല്ലൊരു ഹൗസ് വൈഫായിട്ട് നമ്മളെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്നായിരുന്നു. പക്ഷേ നമ്മളൊക്കെ ജീവിത സാഹചര്യങ്ങൾ പലതല്ലേ എന്ന് പറഞ്ഞിട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ നെഗറ്റീവ് കമൻറ്റ് വന്നു. അതിനോടൊപ്പം തന്നെ കുറേ പേരിനെ വിളിച്ചിട്ടും സംസാരിച്ചു കേട്ടോ. കഥയറിയാതെ ആട്ടം കാണുന്നവരെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാ. ഇനിയിപ്പോൾ കഥ അറിഞ്ഞിട്ടും ഇത് ഇത്രയൊക്കെ മതി, അതിലും നെഗറ്റീവ് കാണാമെന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാരെ എത്ര നമ്മൾ ശ്രമിച്ചിട്ടും അവരെ നമ്മൾ മാറ്റാൻ പറ്റത്തില്ല. കാരണം ഉറങ്ങുന്ന ആൾക്കാരെ നമുക്ക് വിളിച്ചുണർത്താൻ പറ്റും, പക്ഷെ ഉറക്കം അഭിനയിക്കുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെ വിളിക്കാനാ, ഒരു കാര്യമില്ല. അപ്പോൾ അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഈ കമൻറ്റിലൊക്കെ ഞാനൊരു ഉദാഹരണം പറയാവേ. കുറച്ച് വർഷങ്ങൾ പിറകോട്ടങ്ങ് പോയാൽ നമുക്ക് പെൺകുട്ടികളുടെ ഭാവി ഒന്ന് നോക്കാവേ. ഒരു 8, 9, 10 ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് കല്യാണാലോചനയ്ക്കിട്ടൊക്കെ വരും കേട്ടോ. കാരണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഉമ്മ വാപ്പയ്ക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പെൺകുട്ടി വലുതായില്ലേ, ഇനിയിപ്പോൾ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കണമല്ലോ, അതൊരു ബാധ്യതയാണല്ലോ. അപ്പോൾ അവരിതുവരെ സമ്പാദിച്ചതും നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കടം കിട്ടണം എല്ലാം കൂടി വെച്ചിട്ട് ആരെങ്കിലും ഒരാൾ തലയിലാണ് വെച്ച് കൊടുക്കും കേട്ടോ. കാരണം ചിലപ്പോൾ ഇയാൾക്ക് ജോലി ഉണ്ടാവും, ചിലപ്പോൾ പല ഗൾഫുകാരനും ആയിരിക്കാം, ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല, ചിലപ്പോൾ ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ചെക്കന് ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെക്കൻ്റെ വാപ്പ ജോലി ചെയ്താലും മതി കേട്ടോ, അത്രയേ ഉള്ളൂ. അന്നൊക്കെ കല്യാണം കഴിക്കാനുള്ള റീസൺ പറയണത് എന്താണെന്നറിയോ, കുടുംബത്തിൽ ഒരുപാട് കടങ്ങളുണ്ട്, അപ്പോൾ ഇവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചാൽ നമുക്ക് കടങ്ങളൊക്കെ വീട്ടിൽ സേഫ് ആകാമല്ലോ. അല്ലെങ്കിൽ ചെക്കൻക്ക് തീരെ ഉത്തരവാദിത്തമില്ല, ചെക്കൻക്ക് സ്വഭാവം തീരെ ശരിയല്ല. അപ്പോൾ അതൊക്കെ മാറ്റാൻ ഒരു പെൺകുട്ടിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ പെൺകുട്ടി മെഡിസിൻ ആണല്ലോ സ്വഭാവം ശരിയാക്കാൻ. അങ്ങനെ തൽക്കാലം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ സിറ്റുവേഷൻസിലോട്ടൊന്ന് വരാവേ. അങ്ങനെ നമ്മളെ വണ്ടിക്ക് അടുത്ത ചാർജിന് ടൈം ആയിട്ടോ. അപ്പോൾ ആ ചാർജ് ചെയ്യുന്ന സമയം വെറുതെ ഇരിക്കണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ റെസ്റ്റോറൻറ്റിൽ കയറി മസാലദോശയും ചായയൊക്കെ കുടിച്ചു. അങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞാനവിടെ ഇറങ്ങി കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ.
അങ്ങനെ യാത്രയിലൊരു മനോഹരമായിട്ടൊരു കുഞ്ഞു വീടുണ്ട് കേട്ടോ. ചെടികളും പൂക്കളും മരങ്ങളും കായ്കളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഫുള്ളായിട്ട് നല്ലൊരു ഗ്രീൻ ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയും ഭംഗിയാണ് കാണാൻ കേട്ടോ. കുഞ്ഞു വീടാണ്, പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അവിടെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവിടുന്ന് അങ്ങോട്ടുള്ള റോഡുകളും വളരെ മനോഹരമായിരുന്നു. രണ്ട് സൈഡും ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണുത്ത അന്തരീക്ഷത്തിലൂടെ ഉള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സംസാരിച്ചെടുക്കുന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരാവേ. അങ്ങനെ ഒരു മാസം തികയുമ്പോൾ നമ്മളതിൽ സ്വർണ്ണം എല്ലാം അപ്രത്യക്ഷമാവും കേട്ടോ. പിന്നെ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ മാത്രം ബാലൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾക്ക് മനസ്സില്ല അതെല്ലാം അന്ന് ആ കുറച്ച് ദിവസങ്ങൾ മാത്രം നമ്മൾ കണ്ട കുറച്ച് മഞ്ഞലോഹങ്ങൾ. ഇതായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, ഇത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഉപകാരപ്പെടുമോ, ഒന്നും നമുക്കന്നറിയില്ല. പക്ഷെ അന്നത്തെ നമ്മളെക്കാളും കുറച്ചുകൂടി അപ്ഡേറ്റാണ് നമ്മളെ ഇന്നത്തെ മക്കൾ. അവർ പറയും ഇത് എൻ്റെയാണ്, തുടരുത് എന്ന് പറയാനുള്ള അവകാശം, അധികാരം അതവർക്കുണ്ടല്ലേ. അങ്ങനെ സ്വത്തും മുതലൊന്നും ഇല്ലാത്ത പെണ്ണ് ആർക്കും വേണ്ടാത്തവളായി, ഒന്നിനും കൊള്ളാത്തവരായി, കയറി ചെല്ലാൻ തിരിച്ചൊരിടല്ലാത്തവളായി. കാരണം നമ്മൾ കല്യാണം എന്നുള്ളൊരു പ്രക്രിയയിലൂടെ നമ്മൾ ആ ബന്ധം അങ്ങനെ ഒരുവിധം ഒഴിവാക്കി പോവുകയാണല്ലോ. കാരണം പിന്നീട് ആ പെണ്ണ് ജീവിക്കേണ്ടത് ഈ കല്യാണം കഴിച്ച വീട്ടിലാണല്ലോ. പിന്നെ നമ്മളത് വീട്ടിലേക്ക് വന്നാൽ നമുക്ക് ആ പഴയ സ്ഥാനമാനങ്ങളൊന്നും അവിടെ. അങ്ങനെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് മാതാപിതാക്കൾ കൂടി നഷ്ടപ്പെട്ട് കയറി ചെല്ലാൻ ഒരിടം കൂടി ഇല്ലാണ്ടായ എല്ലാ അവസ്ഥ എന്തായിരിക്കും? അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലേ. ഇത് ഞാൻ എൻ്റെ ഒരു അവസ്ഥ മാത്രമല്ല കേട്ടോ, നമ്മളുടെ ഇടയിൽ ഒരുപാട് സ്ത്രീകൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്. കാരണം നമ്മളാരും അറിയണില്ല എന്ന് മാത്രം. ഇതൊന്നും തരണം ചെയ്യാൻ സാധിക്കാതെ ഞാൻ ഈ മക്കളെയും കൊണ്ട് അങ്ങ് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഞാൻ നല്ലവളായിരുന്നു. കുടുംബത്തിൻ്റെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലും എല്ലാം തരണം ചെയ്ത് അതിജീവിച്ച് ജീവിച്ചിരിക്കണവർക്ക് ഒരിക്കലും നല്ല സർട്ടിഫിക്കറ്റ് ഇല്ല. പക്ഷേ മരിച്ചവർക്ക് എല്ലാവർക്കും നല്ല സർട്ടിഫിക്കറ്റാണ്. കാരണം ഒരു മനുഷ്യൻ നല്ലതാണെന്ന് പറയുകയാണെങ്കിൽ ആ മനുഷ്യൻ മരിക്കണമല്ലേ, അതുവരെ നല്ലതല്ല. ഒരുപാട് കുറ്റങ്ങളാണ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ. പക്ഷേ ഞാനും അങ്ങനെ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ എനിക്കും നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. പക്ഷേ ഞാൻ ആ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നങ്ങ് വെച്ചു. ഒരു പെണ്ണിൻ്റെ സ്വർണ്ണവും ക്യാഷും ഒക്കെ അവളുടെ ഭാവി സുരക്ഷിതാക്കാനുള്ളതാണ്, അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും ധാരാളിത്തങ്ങൾക്കും വേണ്ടി ചെലവഴിക്കാനുള്ളതല്ല. ഇതിനെല്ലാം എതിർക്കുന്ന പെണ്ണിനെ നമ്മളങ്ങ് അഹങ്കാരി എന്ന് വിളിക്കും. പക്ഷേ ഒരു പെണ്ണിൻ്റെ മൗനാണ് ആ പെണ്ണിൻ്റെ നാശം. അങ്ങനെയാണ് കേട്ടോ ഹൗസ് വൈഫ് ആകാനും നല്ലൊരു വീട്ടമ്മയാകാനും കുതിച്ച ഞാനൊരു ബിസിനസ്സുകാരിയായത്. എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ, എൻ്റെയും എൻ്റെ മക്കളുടെയും സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാനും ചിന്തിക്കാനും ഈ ഭൂമിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ്. നോ പറയേണ്ടടുത്ത് തീർച്ചയായിട്ടും നമ്മൾ നോ പറയുന്നേ വേണം. ഇതിനെല്ലാം എതിർത്ത് സംസാരിക്കാൻ നമ്മൾ എന്ന് തുനിയുന്നുവോ അന്നാണ് നമ്മുടെ അതിജീവനത്തിൻ്റെ തുടക്കം. ഇല്ലെങ്കിൽ നെഞ്ചുപൊട്ടി കരഞ്ഞാലും പ്രതിധ്വനികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. യാതൊരുവിധ റെസ്പോൺസും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആരിൽ നിന്നും. അങ്ങനെ കൈപ്പേറി ഒരുപാട് ജീവിതാനുഭവങ്ങളിലേക്ക് പോയപ്പോൾ ഞാനങ്ങ് വല്ലാണ്ട് അങ്ങ് വയലൻ്റ് ആയിപ്പോയിട്ടോ. അപ്പോൾ നമ്മളിതാ ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് വന്നു കേട്ടോ. കാരണം നമ്മൾ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ചു, അതുപോലെ തന്നെ നമ്മൾ ചായ കുടിച്ചു, അതുപോലെ തന്നെ കുറേ അതും ഇതൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചിട്ടോ. ഈ ഒരു യാത്ര ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറേ ഫുഡൊക്കെ കഴിക്കും. ഒരുപാട് വാരി വലിച്ച് കഴിക്കുക നല്ല കേട്ടോ. ലേറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ അങ്ങനെ കഴിക്കുക, കുറേ സംസാരിക്കുക, കുറേ എൻജോയ് ചെയ്യുക. പിന്നെ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ പോകാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം യാത്രയാണ് കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് ടെൻഷൻ വന്നാൽ ഞാൻ എന്ത് ചോദിച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ടെൻഷൻ അടിക്കാനോ ഭ്രാന്താവാനോ ഒന്നും നിൽക്കില്ല കേട്ടോ. നമുക്കൊരു യാത്ര പോകാമെന്ന് പറയും. എന്നിട്ട് നമ്മൾ എങ്ങടെയെങ്കിലുമൊക്കെ ആണ് പോകും. ഇനിയിപ്പോൾ ഇന്ന സ്ഥലം വേണം, അവിടെ ഇറങ്ങണം, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ കുറേ സമയം ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ മനസ്സൊക്കെ ഒന്ന് ശാന്തമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്താണ്, ഇനി അടുത്ത് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു ഐഡിയ നമ്മളൊരു മൈൻഡിൽ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. എല്ലാവരും മൈൻഡും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഒരു മൈൻഡ് അങ്ങനെയാണ്. ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു യാത്ര പോകും. അത് കഴിഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒന്ന് റിലാക്സ് ആകുമ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കും. എന്നിട്ട് അടുത്ത് ചെയ്യും. കാരണം നമ്മളൊരിക്കലും വെറുതെ ഇരിക്കില്ല. അലസമായിട്ടുള്ള മനസ്സ് ഷെയ്ത്താൻ്റെ എന്താ പറയുക ഇരിപ്പിടാണ്, കുടിയേറ്റാണ് എന്നൊക്കെയാണല്ലോ പൊതുവെ പഴമക്കാർ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അലസമായിട്ട് അങ്ങനെ എൻ്റെ ഒരു ടൈമിനെ കളയാൻ ശ്രമിക്കാറില്ല. മാക്സിമം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും. ഒരു പക്ഷേ ഞാൻ തന്നെ ചിന്തിക്കൂടെ, എനിക്ക് മക്കളോടുള്ള ഇഷ്ടം കൊണ്ടാണോ അങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്യാന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ അടുക്കള അങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് മറിച്ച് അടുക്കളപ്പണിയൊന്നും അല്ല കേട്ടോ. അതൊക്കെ അത്യാവശ്യം മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഫുൾ ടൈം അടുക്കളയിൽ തന്നെ പണിയെടുത്തിട്ട് നമുക്ക് അവിടുന്ന് വരുമാനമൊന്നും കിട്ടില്ലല്ലോ. വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യണ്ടേ. നല്ല മരങ്ങൾക്കിടയിലൂടെ നല്ല തണുപ്പും കാറ്റുമൊക്കെ കൊണ്ടിട്ടുള്ള ഈ ഒരു യാത്ര നമുക്ക് നന്നായിട്ട് റിലാക്സ് ആകാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു യാത്ര. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സ്ഥലം നല്ല ഇഷ്ടമായി. ഒരുപാട് പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കൂടുതലായിട്ട് വരുന്നത് എപ്പോഴും ഊട്ടിയാണല്ലോ. ഊട്ടിയും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ നമ്മളെപ്പോഴും പോകുന്ന സ്ഥലമാണ് ഊട്ടി. നമുക്ക് പെട്ടെന്ന് പോയിട്ട് വൺ ഡേ ട്രിപ്പിൽ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഊട്ടി. കാരണം ഉച്ചയ്ക്ക് പോയാലും വൈകുന്നേരം രാത്രിയാകുമ്പോൾ നമുക്ക് വീട്ടിൽ തിരിച്ചെത്താൻ പറ്റും. അപ്പോൾ ഊട്ടിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഊട്ടി അടിപൊളിയാണ്. പക്ഷെ അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ ഇതും. നമ്മൾ ബന്ദിപ്പൂര് പോണ പോലെ അടുത്തുനിന്നൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ദൂരം നിന്ന് നോക്കിയാൽ കാണുന്ന അത്ര ദൂരം നിന്നൊക്കെ ഒരുപാട് മൃഗങ്ങളൊക്കെ കണ്ടു. ഇത് നമ്മൾ ഊട്ടി പോണ പോലെ പെട്ടെന്ന് അങ്ങ് തിരിച്ചു വരാനൊന്നും പറ്റില്ല കേട്ടോ. ഒരുപാട് ലോങ് ഉണ്ട്. പക്ഷെ നല്ല സ്ഥലമാണ് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഈ റൂട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല സുഖമാണ്. നല്ല കാണാനൊക്കെ നല്ല രസമാണ്. നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് റിലാക്സ് ആയിട്ട് പോകട്ടോ. പക്ഷേ ഒരു ബുദ്ധിമുട്ടുള്ള എന്താ വെച്ചാൽ നല്ല ഫുഡൊന്നും കിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും നല്ലൊരു ഹോട്ടലുകൾ നോക്കിയാൽ അത് കാണാനുമില്ല. ഇനിയിപ്പോൾ അഥവാ വല്ല തട്ടുകടകളും കണ്ടാൽ അതിൽ ക്ലീനിങ്ങും കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് അവിടുന്ന് കഴിക്കാനും തോന്നില്ല കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്കും കഴിക്കണം തോന്നിയാൽ എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ അവർക്കും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് വരാറുണ്ട് കേട്ടോ.
കാരണം ഞാൻ വിചാരിക്കും മനസ്സിൽ പിടിക്കാതെ നമ്മൾ കഴിച്ചാൽ പിന്നെ നമുക്കത് അങ്ങനെയാണല്ലോ കഴിച്ചത് എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ ഉള്ള സമാധാനം പോകും. അപ്പോൾ അതിനേക്കാളും നല്ലത് കഴിക്കാണ്ടിരുന്നാൽ കുറച്ച് നേരം വിശക്കുന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കില്ല കേട്ടോ. അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടല്ല, വലിയൊരു ബുദ്ധിമുട്ട് തന്നെ വരാറുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു യാത്ര മാക്സിമം എൻജോയ് ചെയ്തിട്ടോ യാത്ര ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇനി നമ്മൾ സീസണൊക്കെ ആയാലും ഒരു മാസം കഴിഞ്ഞ് ഇനി നമ്മൾ പെരുന്നാളിന് എവിടെയെങ്കിലും പോകുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ആഴ്ചയിലുള്ള ടൂറോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കുറേ ദിവസം കാണാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റില്ലതിനേക്കാളും കൂടുതൽ വിഷമമാണ് എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് കേട്ടോ. കാരണം പിന്നെ എങ്ങനെ വെച്ചാൽ നമ്മൾ ഫുള്ള് ബിസി ആയിരിക്കും. അപ്പോൾ അതൊന്നും ചിന്തിക്കാനുള്ളൊരു ടൈം ഉണ്ടാവില്ല എന്ന് മാത്രം. ഇനി ഈ റൂട്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് പൊള്ളാച്ചി, പാലക്കാട്, പെരിന്തൽമണ്ണ വഴി അങ്ങനെ നമ്മൾ നാട്ടിൽ പോകട്ടോ. പക്ഷെ നമ്മൾ അങ്ങനെ പോകണില്ല. നമുക്കിത് ഫോറസ്റ്റ് കണ്ട് മതിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മടങ്ങി പോരുകയാണ്. അപ്പോൾ നമ്മളവിടെ ചെക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വഴി തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സമയം തെറ്റി, എന്നാലും നമ്മൾ പറഞ്ഞതാണല്ലോ, നമ്മൾ ഇറക്കി വിടുന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിതാ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രി ആയത് തന്നെ എനിക്ക് ഈ റൂട്ട് ഇറങ്ങാൻ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് അവർക്ക് ഈ റൂട്ട് തന്നെ വരണം. കാരണം നമ്മളെപ്പോഴും പോകുമ്പോൾ നമ്മൾ അങ്ങനെ പൊള്ളാച്ചി വഴിയാണല്ലോ പോകാറുള്ളത്. ഈ റൂട്ട് തന്നെ തിരിച്ചിറങ്ങാറില്ലല്ലോ. ഈ റൂട്ട് നമ്മൾ വരുമ്പോഴത്തേന് വൈകും. അപ്പോൾ അവർ ഇറങ്ങാനയക്കില്ല. പക്ഷെ ഇന്ന് നമ്മളവിടെ പറഞ്ഞിരുന്നു നമ്മൾ ഇറങ്ങും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ വാശി പിടിച്ച് ഈ റൂട്ട് തന്നെ കേട്ടോ വരുന്നത്. നമ്മൾ നല്ല ഹൃദയമിടിപ്പോട് കൂടിയാട്ടോ ഇനി ഈ കാട്ടിലേക്ക് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ 2 ബ്ലോഗർമാരെ കണ്ടു. ഇവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ അവർ ഇവിടെ നിന്നെടുത്തു. പിന്നെ രാത്രി ആയത് തന്നെ ഫോട്ടോസും വീഡിയോസും ഒന്നും കൊടുത്തില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നു, റോഡൊക്കെ നല്ല തിരക്കായിരുന്നു. അതുപോലെ തന്നെ ഹോട്ടലൊക്കെ നോക്കി പോന്നു. ഒരു ഹോട്ടലിൽ പോലും ഒരു ചെയർ പോലും ഇരിക്കാനില്ലാത്ത അവസ്ഥ കേട്ടോ. സൺഡേ ആയത് കാരണം എല്ലാവരും പുറത്തു കൂടെ തോന്നും. പിന്നെ അതുമല്ല നോമ്പൊക്കെ വരികയല്ലേ, ഇനി ഒരു മാസം നമ്മൾ സീസണിൻ്റെ റെസ്റ്റ് ആണെങ്കിൽ അവർ വ്രതം എടുക്കണ റെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തു കൂടെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊന്നും കിട്ടിയില്ല. പെരുമ്പ്ലാവ് വരെ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല കേട്ടോ. പിന്നെ പെരുമ്പ്ലാവ് കഴിഞ്ഞിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ കയറിയിട്ട് ഒന്നും ആലോചിക്കില്ല, ഉള്ളത് എടുത്തോടെയെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. പക്ഷേ ചിക്കനെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഒരു കോഴിനെ 4 പീസാക്കി വെച്ച പോലാണ് കേട്ടോ. നമുക്ക് ഒന്നൊന്നും കഴിക്കാൻ വയ്യ, എന്നാലും കിട്ടിയതാവട്ടെ എന്ന് വെച്ച് കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റേറ്റ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ പുലർച്ചെ 4:30 മണിയായിട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.